വിശ്വാസത്തിൻ്റെ അസാധാരണമായ കൂടിച്ചേരലാണ് മഹാകുംഭമേള. ഒരു നദീതടത്തേക്ക് ദേശാന്തരങ്ങൾക്കപ്പുറത്തു നിന്ന് ഭക്തിയുടെ പേരിൽ മാത്രം ജനം ഒഴുകിയെത്തുന്നു. കോടിക്കണക്കിന് മനുഷ്യർ കൊടുന്തണുപ്പുള്ള പുലർച്ചകളിൽ ആത്മീയ സായുജ്യം തേടി സ്നാനം ചെയ്യാനെത്തുന്നു. യമുനയ്ക്കും ഗംഗയ്ക്കുമൊപ്പം ഒഴുകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സരസ്വതിയും സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ പഴയ അലഹബാദിലെ നദീതീരം ആത്മീയ ആൾക്കൂട്ടപ്പെരുപ്പത്തിൻ്റെ അദ്ഭുത ലോകമാണ്. ലോകത്തിൻ്റെ അനിർവചനീയമായ ആത്മീയ ലോകം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മ എന്ന് വിളിക്കപ്പെടുന്ന ഇടം. ഓരോ തവണയും എത്തുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന മഹാത്ഭുതം. എന്നാൽ ഈ തിരക്ക് തന്നെ കുംഭമേളയ്ക്ക് വിനയാകുന്നു പലപ്പോഴും. ക്രഷ് ഓഫ് പാസഞ്ചേഴ്സ് എന്ന മാധ്യമ പ്രയോഗം വന്നത് അങ്ങനെയാണ്. ഓരോ 100 മീറ്ററിലും ഡസൻ കണക്കിന് പോലീസുകാർ, മുന്നറിയിപ്പ് അനൗൺസ്മെൻറ്റുകൾ, ഓരോ കിലോമീറ്റർ ദൂരത്തിലും തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ, എത്രയോ താൽക്കാലിക പാലങ്ങൾ. എന്നിട്ടും മേള അപകടം ക്ഷണിച്ചു വരുത്തുന്നു. തീപിടുത്തവും കൂട്ടമരണവും ഏറെ വിവാദങ്ങളും ഈ കുംഭമേളയും ദർശിച്ചു. ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി തിരക്ക് കൂട്ടിയപ്പോൾ മരിച്ചത് 30 പേർ. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്രയാഗ്രാജ് ട്രെയിനായി ഓടിക്കൂടിയവരിൽ മരിച്ചത് 18 പേർ. മമതാ ബാനർജിയുടെ ഭാഷയിൽ മഹാകുംഭ് മൃത്യുകുംഭ് ആയി മാറി. ഷാഹി സ്നാനത്തിൽ അലഹബാദ് നഗരം കണ്ടത് 12 കിലോമീറ്റർ ട്രാഫിക് ബ്ലോക്കെങ്കിൽ പിന്നീടങ്ങോട്ട് അതിൻ്റെ വ്യാപ്തി 30 കിലോമീറ്ററിലേക്ക് വരെ. അലഹബാദിൻ്റെ ജീവിതം തന്നെ സ്തംഭിച്ചു. സ്കൂളുകൾ അടയ്ക്കേണ്ടി വന്നു. നദീതീരത്തിൻ്റെ തൊട്ടരികിലെ റെയിൽ സ്റ്റോപ്പായ സംഗം സ്റ്റേഷൻ ഫെബ്രുവരി 28 വരേക്ക് അടച്ചു, ആൾപ്പെരുപ്പ കാരണത്താൽ. സിറ്റിയിലെ രാംബാഗ് സ്റ്റേഷനും ചിവാക്കിയും സബ്ദർഗഞ്ചും നൈനിയും ചൂസി റെയിൽവേ സ്റ്റേഷനും അടക്കം സ്തംഭിച്ചു. നഗരം അക്ഷരാർത്ഥത്തിൽ ശ്വാസമെടുക്കാനാകാത്ത അത്ര വലിയ ജനസഞ്ചയമായി മാറി. $2 ലക്ഷം കോടിയുടെ വരുമാനം മേളയ്ക്കുണ്ട്. അതിനാൽ സംസ്ഥാനത്തിനിതൊരു ഗ്രേറ്റ് പിൽഗ്രിം ടൂറിസം മേളയാണ്. പക്ഷേ മുന്നൊരുക്കങ്ങളെ ജനപ്പെരുപ്പം തകർത്ത് കളയുന്നു പലപ്പോഴും. 3 തീപിടുത്തങ്ങൾ, 2 സ്റ്റാമ്പേഡുകൾ, മരണസംഖ്യ 100-ന് മുകളിൽ എന്ന് അനൗദ്യോഗിക വിവരം. യോഗിയുടെ കണക്കിൽ ജനുവരി 29 പ്രയാഗ്രാജ് സ്റ്റാമ്പേഡിൽ മരിച്ചത് 30 പേർ മാത്രം. എന്നാൽ ന്യൂസ് ലോണ്ടറി നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ട് പ്രകാരം മരിച്ചത് 79 പേർ. VIP-കൾ ലക്ഷങ്ങൾ നൽകി ടെൻറ്റുകൾ എടുക്കുന്നു. ദരിദ്രർക്ക് സൗകര്യങ്ങളില്ല. തിക്കിലും തിരക്കിലും മരിച്ച 100 കണക്കിന് പേരുടെ മൃതദേഹങ്ങൾ ആരുമറിയാതെ യോഗി സർക്കാർ മറവു ചെയ്തു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിമർശനം ഇങ്ങനെ പോകുന്നു. ഇക്കാര്യം അഖിലേഷ് യാദവും പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് UP മുഖ്യമന്ത്രിയുടെ വാദം. സനാതനധർമ്മത്തിനും ഗംഗാമാതാവിനെയും അപമാനിക്കരുത്. 33 ദിവസം കൊണ്ട് തീർത്ഥാടകരുടെ എണ്ണം 50 കോടി കടന്നെന്ന് UP സർക്കാർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. തീർത്ഥാടകരുടെ പങ്കാളിത്തത്തിൽ റെക്കോർഡാണ് മഹാകുംഭമേളയ്ക്ക്. പങ്കെടുത്തത് 50 കോടിയെന്ന് സർക്കാർ പറയുന്നെങ്കിൽ 20 കോടിയിലധികം പേരെങ്കിലും വന്നിരിക്കാം. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വിശ്വാസത്തിനുമിടെ ഇത്തവണത്തെ കുംഭമേള സമാപിക്കാൻ ഇനി അധിക ദിവസമില്ല. എന്നാൽ വിശ്വാസലോകത്തിൻ്റെ ആത്മീയ നിർവൃതി മാത്രമല്ല ഈ മേള. പ്രയാഗ്രാജിൽ RSS നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ ഇത്തവണ സംഘടിപ്പിച്ചത്
1 ഡസനിലധികം മഹാകൂട്ടായ്മകളാണ്. സനാതൻ ധർമ്മ സൻസദ് അടക്കമുള്ള കൂടിച്ചേരലുകൾ. ബുദ്ധസന്യാസിമാരെ മുതൽ ആദിവാസികളെ വരെ എത്തിച്ച പ്രചാരണ ആസൂത്രണങ്ങൾക്ക് പുറകിൽ RSS ആയിരുന്നു. മുഖ്യമന്ത്രി യോഗിയും മന്ത്രിമാരും മറ്റ് BJP നേതാക്കളും പരിപാടികൾക്കെത്തി. 600ഓളം ബുദ്ധസന്യാസിമാർ ഒരുമിച്ചെത്തി സ്നാനം നടത്തി. RSSന്റെ കീഴിലുള്ള ധർമ്മ സംസ്കൃതി സംഘ് സന്നാഹമൊരുക്കി. ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി നേതൃത്വം നൽകിയ ചടങ്ങിൽ RSS നേതാക്കൾ, മന്ത്രിമാർ എല്ലാവരും പങ്കെടുത്തു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണം, ടിബറ്റിൻ്റെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണം, ക്ഷേത്രങ്ങൾ പഴയ പ്രൗഢി തിരിച്ചുപിടിക്കണം എന്നിങ്ങനെ നിരവധി പ്രമേയങ്ങൾ. ജൻജാതി മഹാകുംഭും യുവകുംഭ പരിപാടിയും വനവാസി കല്യാണിൻ്റെ പേരിൽ പ്രയാഗ്രാജിൽ നടത്തി. RSS നേതാവ് ദത്തായേത്ര ഹസ്ബെല്ലെ നേതൃത്വം നൽകിയ ശാന്ത് സംഘ് കൂട്ടായ്മ, VHPയുടെ മന്ദിർ മുക്ത് ആന്തോളൻ കൂട്ടായ്മ എന്നിവയും നടന്നു. ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കണം, ഇതായിരുന്നു VHP മുദ്രാവാക്യം. ABVPയുടെ വിദ്യാർത്ഥി സംഗമം നടന്നു. 10,000 ട്രൈബൽ യുവാക്കളെ വനവാസി കല്യാണിൻ്റെ പേരിൽ കുംഭമേള വളണ്ടിയർമാരാക്കി നിർത്തി. ഏതായാലും മഹാകുംഭമേളയെ രാഷ്ട്രീയ പ്രചരണ വേദി കൂടിയാക്കുകയാണ് RSS. അതിനിടെയാണ് സ്റ്റാമ്പേഡുകളും മരണാനന്തര വിവാദങ്ങളും.